ഹലോ, പെട്ടെന്നെടുത്ത തീരുമാനത്തിൽ ഇതാ ഇയാളുടെ ചായ ഒന്ന് മാറ്റാൻ പോവാണ് നമ്മൾ. അതെ, നമ്മുടെ നക്ഷമോൻ്റെ മുടിയൊന്ന് മൊട്ടയടിക്കാൻ പോവാണ് കേട്ടോ. അവനറിയില്ല അവൻ്റെ മുടി മൊട്ടയടിക്കാനാണ് അവനെ ഈ കൊണ്ട് നിർത്തിയിരിക്കുന്നതെന്ന്. ആൾ പുറത്ത് പോകാന്നുള്ള ഭയങ്കര സന്തോഷത്തിൽ ടാറ്റയൊക്കെ തന്ന് നിപ്പാണ്. അവനെ ഈ മുടി ഇപ്പോഴത്തെ ഈ ചൂടിൽ ഭയങ്കര ഇറിറ്റേഷനാണ്. അത്യാവശ്യം നന്നായി മുടി വളർന്നിട്ടുമുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഒരു വയസ്സൊക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ നമുക്കൊന്ന് മൊട്ടയടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മൊട്ടയടിക്കാൻ പോകുന്ന പോക്കാണിതേ. നമ്മുടെ തൊട്ടടുത്തുള്ള കടയ്ക്ക് തന്നെയാണ് നമ്മൾ ഈ മൊട്ടയടിക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൻ എങ്ങനെയാവുമെന്ന്. അതുപോലെ തന്നെ നല്ല സങ്കടമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ ഈ ഹെയർ. അത് മൊട്ടയടിക്കാമെന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം. ഇത് അവിടെ എത്തിയപ്പോൾ പുള്ളിക്ക് കാര്യമൊന്നും പിടികിട്ടുന്നില്ല. പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നു. വാപ്പ് മേടിക്കാൻ വന്നതാണെന്നാണ് അവൻ്റെ വിചാരം. അങ്ങനെ തലയിലൊക്കെ തൊടുമ്പോൾ തന്നെ ആൾ കൈ തട്ടുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് കേട്ടോ. അങ്ങനെ മുട്ടടിക്കൽ തുടങ്ങിയപ്പോൾ ആൾ ഇതാ കൂളായിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഞെട്ടി കേട്ടോ. എന്ത് പറ്റിപ്പത്? ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ടല്ലോ അവന് സെൻറ്ററിലെ മുടിയൊക്കെ പോയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ആൾ വയലൻ്റ് ആവാൻ തുടങ്ങി. പുള്ളിക്ക് മറ്റേ മുടി മേലാവാതിരിക്കാനുള്ള ടവലിട്ടത് ഇഷ്ടമായിട്ടില്ല. അങ്ങനെ അവസാനം ഞങ്ങളത് ഊരിക്കളഞ്ഞു. കാരണം ഞങ്ങൾ അവനെ കുളിപ്പിക്കാതെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഞങ്ങൾക്കറിയാം ഇത് കഴിഞ്ഞ് എന്തായാലും ഒന്ന് കുളിപ്പിച്ചെടുക്കണമെന്ന്. അങ്ങനെ ഇതാ മുടി മൊട്ടടിച്ച് തുടങ്ങിയിട്ടാ. കുറച്ചൊക്കെ അവൻ നല്ലപോലെ ഇരുന്ന് കൊടുത്തു. കുറച്ചല്ല, അവൻ അധികം അലമ്പാക്കിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ഞങ്ങൾ അവൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവൻ കരഞ്ഞ് അലമ്പാക്കി പകുതി വെച്ച് നിർത്താറൊക്കെയാണ്. പക്ഷേ ഇന്ന് അതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മുടി മൊട്ടടിക്കുകയാണല്ലോ, നമുക്കങ്ങനെ മോഡലും കാര്യങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഫുള്ളായിട്ട് പുള്ളി വടിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ഡീസൻ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കാർട്ടൂൺ വെച്ച് കൊടുത്തു. പക്ഷേ പുള്ളിയുടെ ശ്രദ്ധ അതിലേക്കൊന്നുമല്ല. അവനപ്പോഴും അവൻ്റെ തലയ്ക്കാണ്. ഇനി എങ്ങാലും എൻ്റെ തല മുറിച്ച് കളയുമോ എന്നുള്ള പേടി അവന്. അങ്ങനെ മൊട്ടടിക്കലൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മുടെ മൊട്ടക്കുട്ടൻ വന്നിട്ടുണ്ട്. എന്താ കാണാൻ. പക്ഷെ ഭയങ്കര ക്യൂട്ടാണ്. പക്ഷെ എനിക്ക് നല്ല സങ്കടം ഉണ്ട് അവൻ്റെ മുടി പോയതിന്. മുടിയല്ലേ, അത് പിന്നെയും വളർന്നോളൂ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അമ്മമ്മ ഓടി വന്നു മൊട്ടക്കുട്ടനെ കാണാൻ വേണ്ടി. ഓടി വന്ന് എടുത്തിട്ട് അമ്മമ്മ പറയുന്നുണ്ട് വാ കുളിക്കാൻ നമുക്ക് എന്ന്. അങ്ങനെ അവർ പോയി കുളിച്ചു. അപ്പോൾ ഓക്കെ, ബായ്.